ഈസി. ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. പക്ഷെ കേസുകൾ ഇങ്ങനെ പറയുമ്പോൾ ഹലോ ഡോക്ടർ ഒരു ഡൗട്ട്. ഹലോ ഡോക്ടറെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ബിൽഡൂബിലെ അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു എനിക്ക് വന്നൊരു കേസ് ചോദിക്കാണ്. ഇപ്പൊ ആളൊരു 50 year old ആയിട്ടുള്ള ഫീമെയിൽ പേഷ്യന്റ് ആണ്. ആൾക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ജോണ്ടിസിൻ്റെതായിട്ടുള്ള സിംറ്റംസ് വരും. അതൊരു 15 yearsൽ 30 yearsൽ 40 yearsൽ റിപ്പീറ്റഡ് ആയിട്ട് ജോണ്ടിസിന്റെ അറ്റാക്സ് വരികയാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് 15 വയസ്സിൽ വന്നു, 30 വയസ്സിൽ വന്നു. ആൾക്കിപ്പോ ഒരു അറൌണ്ട് 50 years ആയിട്ടുണ്ട്. അപ്പൊ 3 പ്രാവശ്യം ഹെപ്പറ്റൈറ്റിസിന്റേതായ സിംറ്റംസ് ആണ് വരുന്നത്. അപ്പൊ പോവും, അഡ്മിറ്റ് ആവും, തിരിച്ചു വരും, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്തോന്ന് പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കാനിന്റെ റിപ്പോർട്ട്സ് അങ്ങനെയൊന്നുമില്ല. കേസ് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് വന്ന ജോണ്ടിസ് വന്ന സമയത്തുള്ള റിപ്പോർട്ട്സ് മാത്രമാണ് ഒപിയിൽ വരുമ്പോൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഒരു നോർമലിനെക്കാട്ടിയും ഒരു 1.5 times കൂടുതലായിരുന്നു. ഇതുപോലെയാണ് ഈവനിങ് ചില്ല് വരും, അത് കഴിഞ്ഞ് ഷിവർ ചെയ്യും, അടുത്ത ദിവസം ആകുമ്പം ഒരു യെല്ലോനെസ് ഒക്കെ വരും കണ്ണില്. പിന്നെ ആൾ അഡ്മിറ്റ് ആവും, ഒരാഴ്ച ട്രീറ്റ്മെന്റ് എടുക്കും, നോർമൽ ആവും. ഇങ്ങനൊരു കണ്ടീഷൻ വന്നാൽ നമ്മൾ അവിടെ എങ്ങനെയാണ് ഫർദർ ഇവാലുവേറ്റ് ചെയ്യുക? ഞാനത് USG മാത്രം പറഞ്ഞു വിട്ടു. പേഷ്യന്റ് എത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ പറയാനും പറ്റുന്നില്ലായിരുന്നു. ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക ഫർദർ? അപ്പൊ നമുക്ക് ഈ കേസിൽ ആദ്യം നോക്കേണ്ട സാധനം ഹിസ്റ്ററി ഓഫ് പാസ്റ്റ് ഇൽനെസ് ആണ്. കാരണം ഏത് ഇൻഫെക്ഷൻ ആണ് ആളുടെ ലിവറിനെ എഫക്ട് ചെയ്തു? ഓൾറെഡി ഹെപ്പറ്റൈറ്റിസ് ബിയും അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള റൂൾ ഔട്ട് ചെയ്യുന്ന ഇൻഫെക്ഷൻ ലെപ്റ്റോസ്പൈറോസിസ് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നെഗറ്റീവ് ആണ് റിപ്പോർട്ട്സിൽ കാണുമ്പോൾ. IgG ആണോ IgM ആണോ നോക്കിയത്? IgG അല്ല ഡോക്ടറെ, അതല്ല. ബാക്കിയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, HIV റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഡെങ്കു, അങ്ങനെയുള്ള എല്ലാ കോമൺ ആയിട്ട് പ്രിവൈലന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫെക്ഷൻസും അവർ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നെഗറ്റീവ് ആണ്. പക്ഷെ ഈ റിക്കറന്റ് എപ്പിസോഡ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രമാണ് സിംറ്റം കിട്ടുന്നത് നമുക്ക്. അതല്ല ഡോക്ടറെ ഞാൻ ചോദിച്ചത്, ആൾക്ക് ചെറുപ്പത്തിൽ എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ചെറുപ്പത്തില് ഹെപ്പറ്റൈറ്റിസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം ഇല്ലെങ്കിൽ ബാക്കി സിംറ്റംസ് കൂടി അന്ന് വന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ആ സിംറ്റംസ് കൂടി വെച്ചിട്ട് ഇപ്പൊ ചിലപ്പോൾ ടൈഫോയിഡ് വന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വരാം, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് വന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഹെപ്പറ്റൈറ്റിസ് സി, അതുപോലെ തന്നെ ബി ഒക്കെയാണ്. ഹെപ്പറ്റൈറ്റിസ് എ ഒന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കില്ല, കാരണം ഫീക്കോറൽ റൂട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രോണിക് ഡിസീസിലേക്ക് പോകുന്ന കണ്ടീഷനാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിലും. എയും ഇയും ആണ് ഫീക്കോറൽ റൂട്ട്, അല്ലെങ്കിൽ ഫുഡിൽ കൂടി കിട്ടുന്ന സാധനം, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. പിന്നെ ഉള്ള സാധനം ക്രോണിക്കലി എഫക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ ക്രോണിക് ആയിട്ടുള്ള വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ചിലപ്പോൾ CMV ഒക്കെ വന്നു കഴിഞ്ഞാൽ വരാം. അപ്പൊ അങ്ങനെ ഇപ്പം മുന്നേ നോക്കിയിട്ടുണ്ടാവും മിക്കതും IgM പോലെയുള്ളതൊക്കെ ആയിരിക്കും. ഓരോ ഇൻഫെക്ഷന്റെ IgMകളായിരിക്കും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവുക. പിന്നെ ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് ക്രോണിക് ആയിട്ട് നമ്മൾ പറയില്ലേ ഗിൽബർട്ട് സിൻഡ്രോം, സിഗ്ലർ-നാജ, അങ്ങനത്തെ ക്രോണിക് സിൻഡ്രോംസ് ഉണ്ടാവുമല്ലോ, ലിവറിനെ എഫക്ട് ചെയ്യുന്ന സിൻഡ്രോംസ്. അപ്പൊ പക്ഷെ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ എപ്പോഴും ഇവർക്ക് ഈ വരുന്ന സമയത്ത് ഈ റെക്കറന്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞില്ല, അപ്പൊ എന്തെങ്കിലും അക്യൂട്ടായിട്ട് വരുന്ന ടൈമിലാണോ വരുന്നതെന്ന് നോക്കുക. അതുപോലെ അതിന്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. LFTയുടെ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അത് ആ കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡും വെച്ച് കഴിയുമ്പോൾ നമുക്കത് കുറച്ചൊന്ന് മനസ്സിലാവും. അതുപോലെ പറഞ്ഞില്ലേ ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ ഒക്കെ കാര്യം, ഇതിൽ കണ്ടോ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, അത് പലതിലും കാരണങ്ങൾ കൊണ്ട് വരാം. ഈവൻ ലിവറിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ വരാം, അതുപോലെ തന്നെ ബൈൽ ഡക്റ്റിന്റെ കണ്ടീഷനുകൾ കൊണ്ടാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ബോൺ ഡിസോർഡർ ആണെങ്കിൽ അങ്ങനെ വരാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ആകെ ഉള്ളത് സിംറ്റമാറ്റിക്കലി കണ്ടുപിടിക്കാനേ ഉള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള സിംറ്റംസ് കൂടി വെച്ചിട്ട് കോറിലേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം.
അപ്പൊ ആ കേസ് കുറച്ചുകൂടി നന്നായി എടുത്ത് സിംറ്റംസ് നോക്കി മുന്നത്തെ പാസ്റ്റ് ഇൽനെസ് തപ്പുക. ഇവർക്ക് ഈ 15 വയസ്സിലല്ലേ ആദ്യം വരുന്നത്, അപ്പൊ അതിന് മുന്നേ എന്താ അസുഖമാണ് വന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ ഡോക്ടറെ, അടുത്ത പ്രാവശ്യം അത് ശ്രദ്ധിക്കാം. താങ്ക് യു. പിന്നെ ഇതിലെ ഡോക്ടർ ചോദിച്ചതിന് വേറൊരു സംഭവമാണ്, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഈ പേഷ്യന്റ്, അതുപോലെ നമ്മൾ എപ്പോഴും LFTയിൽ ബിലിറൂബിന്റെ നോക്കുമ്പോൾ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അല്ലാതെ ടോട്ടൽ ബിലിറൂബിൻ മാത്രം വെച്ച് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ഇപ്പൊ ഈ പറഞ്ഞ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലിവറില് ലിവറിൽ വെച്ചാണല്ലോ കോൺജുഗേഷൻ നടക്കുക. ഈ ബിലിറൂബിൻ ഉണ്ടാവുന്നത് കൂടുതൽ എങ്ങനെയാ, ഹീമോലൈസിസ് നടന്നു കഴിയുമ്പോൾ അല്ലേ. എന്നിട്ട് അതെന്താ ചെയ്യുക, ആൽബുമിൻ കൊണ്ടുവന്ന് ലിവറിൽ കൊടുക്കും. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് അൺകോൺജുഗേറ്റഡ് കോൺജുഗേറ്റഡ് ആവും. അൺകോൺജുഗേറ്റഡ് ആണ് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്തെങ്കിലും ഹീമോലൈസിസ് പോലെ വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിലിറൂബിൻ കൂടാം. അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് എറിത്രോപോയിസിസ്, അങ്ങനെ വരുമ്പോൾ എന്താ ശരിക്കുള്ളതല്ല വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രക്ട് ആയിപ്പോകും. പിന്നെ ലാർജ് ഹെമറ്റോമാസ്, അതിന്റെ റിസോപ്ഷൻ നടക്കുന്ന ടൈമിൽ. ഇല്ലെങ്കിൽ ഇപ്പൊ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതിന് കോൺജുഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ബിലിറൂബിൻ പ്രൊഡക്ഷൻ കൂടാം. പിന്നെ ഇംപയർഡ് കോൺജുഗേഷൻ, അതെന്ന് പറയുമ്പം നമ്മുടെ ലിവറിന് കോൺജുഗേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല, അതിനൊരു ഡെഫിഷ്യന്റ്, ഒരു എൻസൈമിന്റെ ഡെഫിഷ്യൻസി വരുന്നു. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് ഗിൽബർട്ടും സിഗ്ലർ നാജർ എന്ന് പറയുന്ന കണ്ടീഷൻസും, നാജർ സിൻഡ്രോം. അപ്പൊ ഇതൊക്കെ ജനറ്റിക് ആയിട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസ്. അപ്പൊ ഇതിപ്പോ നമുക്ക് കോമൺലി കാണാം, അത് നമ്മൾ ചിലപ്പോൾ റുട്ടീനായിട്ട് നമ്മൾ ഇപ്പം എല്ലാ ഇയർലിയും ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, റുട്ടീൻ ചെക്കപ്പ് ആയിട്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പലർക്കും ഈ പറഞ്ഞ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇത്തിരി കൂടുതൽ നിൽക്കും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ അവർക്കൊരു ഫീവർ വരട്ടെ, അല്ലെങ്കിൽ ഒരു UTI വരിക, എന്തെങ്കിലും അക്യൂട്ട് വരുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ത് ചെയ്യും, ഇത്തിരി കൂടും. ഓക്കെ, ഇനി അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, ആ യൂറിനറി ഇൻഫെക്ഷൻ വന്ന ടൈമിൽ എന്ത് സംഭവിച്ചു, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ഇത്തിരി കൂടി. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ അതിന്റെ ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ ആണ് എപ്പോഴും സ്കിന്ന് ക്ലിയർ ആയിട്ട് ഇത്തിരി യെല്ലോ കളർ ഉണ്ടാവും. യൂറിൻ നോർമൽ ആയിരിക്കും, കാരണം ഈ കോൺജുഗേറ്റ് ചെയ്ത ബിലിറൂബിൻ ആണ് എന്ത് ചെയ്യാം, നമുക്ക് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യാം. നമ്മൾ എനിക്കൊന്ന് സ്റ്റെർക്കോബിലിനോജൻ എന്താണ് അതിന് പറയുന്നത്, യൂറോബിലിനോജൻ. സ്റ്റെർക്കോ വരുന്നത് ഫീസിസിൽ കൂടി വരുന്നത്. അപ്പൊ ഈ യൂറിൻ നോർമൽ കളർ ആയിരിക്കും, ആ ഒരു ഡാർക്ക് കളർ അങ്ങനെ ഉണ്ടാവില്ല. അതിന് നമുക്ക് അക്ലോറിയൂറിക് ജോണ്ടിസ് അങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കും. പിന്നെ വരുന്നത് കോൺജുഗേറ്റഡ്. കോൺജുഗേറ്റഡ് എന്ന് പറയുന്നത് ഹെപ്പാറ്റോസെല്ലുലാർ ഡിസീസ് കൊണ്ട്, അല്ലെങ്കിൽ എന്താ ലിവറിന് എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ് വരുമ്പോൾ, സിറോസിസ് വരുമ്പോൾ, ലിവറിൽ ട്യൂമർ വരുമ്പോൾ, എന്തെങ്കിലും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറി വരുമ്പോൾ, അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും ഇൻഫിൽട്രേറ്റീവ് ആയിട്ടുള്ള ഡിസീസ് വരുന്ന ടൈമിൽ. കോളിസ്റ്റാസിസ് വരുന്ന ടൈമിൽ എന്താ, ബൈൽ ഡക്റ്റിൽ ബ്ലോക്ക് വരിക. അപ്പൊ എന്ത് പറ്റും, ഈ കോൺജുഗേറ്റ് ചെയ്തതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇൻഡസ്റ്റൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് കൂടുതലും ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ്, അങ്ങനെയുള്ള കണ്ടീഷനുകൾ. ജെനറ്റിക് ആയിട്ടുള്ള എക്സ്ക്രീഷൻ ഡിഫക്ട്സ്, അതാണ് ജുബിൻ ജോൺസൺ സിൻഡ്രോം, ട്രോട്ടർ സിൻഡ്രോം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ നമ്മളിപ്പം ഇതിപ്പം പറഞ്ഞുകൂടെ ഞാൻ ജസ്റ്റ് പറയാണ്. ചില പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് വന്നിട്ട് പറയും ബോഡി ഫുൾ ഇച്ചിങ് ആണ്, അല്ലെങ്കിൽ അത് രണ്ട് രീതിയിൽ പറയും. വയറിന് മാത്രം ഇച്ചിങ് പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ ബോഡി ഫുൾ ഇച്ചിങ്. അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചോദിക്കണം, ഉള്ളം കൈ ഉള്ളംകാലം ഉൾപ്പെടെ ചൊറിയുന്നുണ്ടോ, അപ്പൊ ആ ഒരു ഇച്ചിങ് ഉണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വരാൻ സാധ്യത ഒരു ബൈൽ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ വരാം, ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അതേസമയം അബ്ഡോമൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ, അത് അവിടെ സ്ട്രെച്ചിങ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡ്രൈനെസ് കൊണ്ടുള്ള ഇച്ചിങ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ എമർജൻസി ആയിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിടേണ്ട കണ്ടീഷനാണ്. എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ നടക്കുകയാണ്, അപ്പോൾ അത് മാനേജ് ചെയ്ത് വിടേണ്ട കണ്ടീഷനാണ്. മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ മോയിസ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മതിയാവും. പിന്നെ ചോദിച്ചൊരു സംഭവമാണ് ഡോക്ടർ ഈ പറഞ്ഞ ഇതിന്റെ ടെസ്റ്റുകൾ. ഇപ്പൊ ഈ LFT ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവാണേ. ഇതിൽ നമ്മൾ പറയുന്നതാണ് SGOT, SGPT നമ്മൾ പണ്ട് പറയാം.
ഇപ്പൊ അതിനെ പറ്റി ALT, AST എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് എൻസൈമും നമ്മുടെ ലിവർ ഡാമേജ് ആകുമ്പോൾ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുന്ന എൻസൈമാണ്. അതുപോലെ തന്നെ ഈ AST എന്ന് പറയുന്ന എൻസൈം, ആ എൻസൈം എന്ന് പറയുന്നത് ബാക്കി പല കണ്ടീഷനിലും, എക്സാമ്പിൾ ആണ് മസിൽ ഇഞ്ചറി പോലെയുള്ള കണ്ടീഷനിൽ ആസ്പാർട്ടേറ്റ് ട്രാൻസ് അമിനേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും, കൂടി കാണിക്കും. പക്ഷേ ALT അല്ലെങ്കിൽ അലാനിൻ ട്രാൻസ് അമിനേസ് എന്ന് പറയുന്ന എൻസൈം എപ്പോഴും ലിവർ ഇഞ്ചുറി അല്ലെ ലിവർ ഡാമേജിനെ മാത്രമേ, ലിവർ ഡാമേജിനെ നമുക്ക് എന്താ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇതിനേക്കാൾ കൂടുതൽ, കാരണം ഇത് വേറെ കണ്ടീഷനിൽ വരാം. പക്ഷെ അലാനിൻ ട്രാൻസ് അമിനേസ് അല്ലെങ്കിൽ ALT എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പറയാം ലിവർ ഡാമേജിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ വരുന്നത് എന്താ, ഈ പറഞ്ഞ ഇതൊരു കൂടുതൽ ഈ ALT ഒരു 1000 എബോവ് ഒക്കെ പോവാണെങ്കിൽ അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഇഷീമിക് ലിവർ, പാരസിറ്റമോൾ ടോക്സിസിറ്റി. പിന്നെ ഡോക്ടർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അവരുടെ LFTയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ. അതല്ലേ ഡോക്ടർ പറഞ്ഞ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അല്ലേ ഇത്തിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞേ. അതെ ഡോക്ടർ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. ആ എപ്പിസോഡ് വരുന്ന സമയത്താണ് അവർ ചെക്ക് ചെയ്യുന്നത്, ഫോളോ അപ്പ് പിന്നീട് ചെയ്യുന്നുമില്ല. അപ്പൊ നമുക്ക് അറിയില്ല ഇത് കൂടി തന്നെ നിൽക്കുകയാണോ എന്നുള്ളത്. അപ്പൊ അത് വരുന്ന കണ്ടീഷൻ നോക്കി ലിവറിലും ബോണിലും ഉണ്ടാവും. അപ്പോ അത് ലിവർ ഡിസീസിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. കൂടുതലും ബൈൽ ഡക്റ്റിനെ എഫക്ട് ചെയ്യുകയാണെങ്കിലും വരാം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. അതുപോലെ തന്നെ ബോണിന്റെ ഡിസോർഡേഴ്സ് വരികയാണെങ്കിലും വരാൻ പറ്റുന്ന ഒരാളാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ലിവറും ബോണും അതുപോലെ ബൈൽ ഡക്റ്റിനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞില്ലേ എന്താ കോളിസ്റ്റാസിസ് പോലത്തെ കണ്ടീഷൻ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിലും ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ അവർക്ക് മിക്കതും ആ ലിവറിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം നോക്കേണ്ട കാര്യം ലിവറിനെ ഏതൊക്കെ ഇൻഫെക്ഷൻസ് എഫക്ട് ചെയ്യാം, എന്നിട്ട് ഈ 15 വയസ്സാന് മുന്നേ എന്ത് അസുഖമാണ് വന്നത് അതിന്റെ സിംറ്റമാറ്റിക്കലി വെച്ചിട്ട് നോക്കണം. എന്നിട്ട് അത് കോറിലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഏത് ഇൻഫെക്ഷൻ കൊണ്ടാണെന്നും അതിനെന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നുള്ളതാണ് ഈ ALT റേഷ്യോ. അത് ഏകദേശം ഒരു 2:1 കൂടുതലാണെങ്കിൽ അത് എന്താ ആൽക്കഹോളിക് ലിവർ ഡിസീസിനെ സജസ്റ്റ് ചെയ്യും. പക്ഷെ 3:1 ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണ്. അത് നമുക്ക് ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണോ എന്നറിയാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഒരു റേഷ്യോ. ഓക്കെ, പിന്നെ വരുന്നത് ഇനി നമുക്ക് നേരെ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് എങ്ങനെ നമുക്ക് നോക്കാം. യൂറിൻ നമുക്കറിയാവുന്ന കാര്യമാണ്, എന്താ ഒരു ആളിപ്പം ഒരു പേഷ്യന്റ് വരികയാണ്, ആൾക്ക് 2 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് എന്താ ഒരു യൂറിൻ പാസ് ചെയ്യുന്ന ടൈമില് കുറച്ച് വേദനയുണ്ട്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു പുകച്ചിലുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പോകണം, അതായത് ഇപ്പം പോകണം എന്ന് തോന്നി അന്നേരം തന്നെ പോകണം, കാരണം അർജൻസി, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അല്ലെങ്കിൽ കുറച്ചു നേരം നിന്ന് കഴിയുമ്പം പെട്ടെന്ന് ഇരിക്കണം, അങ്ങനെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരിക, പതിയെ ഒരു ലോവർ ബാക്ക് ഏക്ക് അല്ലെങ്കിൽ ഒരു കഴപ്പ് പോലെ വരിക, നടു കഴക്കുന്നു, കാല് കഴക്കുന്നു, പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, യൂറിന് നല്ല ചൂടുണ്ട്, അല്ലെ കളർ വ്യത്യാസമുണ്ട്, സ്മെല്ലുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ആ പേഷ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സിംറ്റമാറ്റിക്കലി മെഡിസിൻ കൊടുക്കും. ഓക്കെ, അല്ലാണ്ട് നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യാൻ വിടുന്നത്, യൂറിൻ റുട്ടീൻ ചെയ്യാൻ വിടും ഇല്ലേ. അപ്പൊ നമ്മൾ എന്താ അവരോട് പറയേണ്ടത്, മോർണിംഗ് രാവിലത്തെ 2ാമത്തെ യൂറിൻ വേണം എടുക്കാൻ, അതുപോലെ തന്നെ മിഡ് സ്ട്രീം ആദ്യത്തെ കുറച്ച് ഭാഗം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വേണം യൂറിൻ കളക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആദ്യം വരുന്ന യൂറിൻ ടർബിഡ് ആണെങ്കിൽ അവിടെ കുറച്ചുകൂടെ യുറീത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻ ആണ് സസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതല്ല സെക്കൻഡ് യൂറിൻ ടർബിഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് തന്നെ സസ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ എന്താ നമുക്ക് ഡയറക്റ്റ് യൂറിൻ കളക്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സുപ്രാപ്യൂബിക് ആസ്പിറേഷൻ ചെയ്യും. അത് നമ്മൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും അത് മിക്കതും ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമുക്കറിയാവുന്ന വോളിയത്തിൽ ചേഞ്ച് വരിക. ചില ആൾക്കാർ ഒത്തിരി യൂറിൻ പോകുന്നുണ്ട്, അത് നമ്മളപ്പോ എന്ത് ചെയ്യും, അക്യൂട്ട് ആയിട്ടാണോ ക്രോണിക് ആയിട്ടാണോ നോക്കിയിട്ട് വേണം കണ്ടീഷൻ തീരുമാനിക്കാൻ.
ചിലപ്പോൾ അത് എന്താ ഡയബറ്റീസിന്റെ സ്റ്റാർട്ടിങ് ആവാം. അങ്ങനെ ആയിരിക്കും മിക്ക ആൾക്കാരും സ്റ്റാർട്ട് ചെയ്യും. പോളിയൂറിയ പോലെയുള്ള കണ്ടീഷൻ ആവാം. ചിലപ്പോൾ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് അങ്ങനെ വരുന്ന ടൈമിൽ, അതായത് ഇപ്പൊ റീനൽ ഫെയിലിയർ ഒക്കെ വരില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആദ്യം ചിലപ്പം പോളിയൂറിയ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒലിഗോയൂറിയയിലേക്ക് പോവുക. അപ്പൊ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എപ്പോഴും ആ കേസ് എടുക്കുന്ന ആ പ്രസന്റിങ് കംപ്ലൈന്റ് നോക്കി, അതുപോലെ എത്ര നാളായി, സിൻസ് എത്ര നാളായി, അതിന്റെ കൺകോമിറ്റന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ എന്താണ് ഒരു ഡയഗ്നോസിസ്, എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നത്. പിന്നെ കളറ് നമുക്കറിയാം നോർമലി എന്ത് കളറാ, ആംബർ കളേർഡ് ആണ്. അതിന് ഇപ്പം നല്ല രീതിയിൽ ഒരു മഞ്ഞ കളർ വന്നു, ഇത്തിരി ഡാർക്കായി, നമുക്ക് എന്താ ഇപ്പം ഒരു ജോണ്ടിസ് പോലത്തെ കണ്ടീഷൻ ആണ്. ബാക്കി സ്ക്ലീറയിൽ നോക്കി അല്ലെ സ്കിന്നിൽ നോക്കി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LFT നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അക്യൂട്ട് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാം. പറഞ്ഞ CBC നോക്കാം. അപ്പൊ നമുക്ക് ബാക്ടീരിയൽ ആണോ വൈറലാണോ അങ്ങനെയുള്ള രീതിയിൽ നോക്കാം. പിന്നെന്താ ലെപ്റ്റോസ്പൈറ. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് വരുന്ന അഴുക്ക് വെള്ളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ, കാലിന് മുറിവുണ്ടായിരുന്നോ. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിച്ച് ആ ഒരു ഹിസ്റ്ററിയും കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഡയഗ്നോസിസ് എളുപ്പമാവുന്നത്. പിന്നെ നമുക്ക് ഡീപ്പ് യെല്ലോ ഓറഞ്ച് കളർ, കുറച്ച് കോൺസെൻട്രേറ്റ്. ഇപ്പം ചില ആൾക്കാർ പറയും വെള്ളം കൂടി ഇത്തിരി കുറഞ്ഞപ്പോഴാണ് ഇത്തിരി ഡാർക്ക് കളർ ആയത്. അപ്പം ചില ആൾക്കാർക്ക് ഇതുപോലെ വെള്ളം കുടിക്കുന്നത് കുറവും, അല്ലെങ്കിൽ യൂറിൻ കുറെ നേരം ഹോൾഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഈ പറയും പോലെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാറുണ്ട്. ആ വെള്ളം കൂടി കുറയുന്ന ടൈമിൽ, കാരണം അവർക്ക് ക്രോണിക് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ആ വെള്ളം കൂടി കുറയുന്നതനുസരിച്ച് ആ ഒരു അക്യൂട്ട് എക്സാസർബേഷൻ പോലെ വരാം. പിന്നെ ജോണ്ടിസ് ഉണ്ടെങ്കിൽ വരാം, വൈറ്റമിൻസിന്റെ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ വരാം. പിന്നെ പിങ്ക്, റെഡ് അല്ലെങ്കിൽ ബ്രൗൺ യൂറിൻ, അത് ചിലപ്പോൾ ഹെമറ്റ്യൂറിയ അല്ലെങ്കിൽ പോർഫൈയൂറിയ അല്ലെങ്കിൽ മയോഗ്ലോബിനൂറിയ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വരാം. പിന്നെ ക്ലൗഡി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയും ടർബിഡ് യൂറിൻ എന്ന് പറയും. ക്ലൗഡി അല്ലെങ്കിൽ ടർബിഡ്, നമ്മൾ ജസ്റ്റ് ഒരു യൂറിൻ റുട്ടീൻ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ കാണും, ക്ലൗഡി. അപ്പൊ അതൊരു ഇൻഫെക്ഷൻ ആയിരിക്കും മിക്കവാറും. ഇൻഫെക്ഷൻ ആണ് അത് എന്താ പറയുന്നത്. പിന്നെ അടുത്തത് മിൽക്കി അല്ലെങ്കിൽ വൈറ്റ്, അത് കൈലിയൂറിയ, പൈയൂറി, ഈവൻ പസ്സൊക്കെ, അതായത് നല്ല യൂറിനറി ഇൻഫെക്ഷൻ വന്നു, അവിടെ അത്രയും WBC കൂടുതലാണെങ്കിൽ ചിലപ്പോൾ മിൽക്കി അല്ലെങ്കിൽ വൈറ്റ് പോലെയുള്ള കണ്ടീഷനിൽ വരാം. ഫോസ്ഫറ്റ്യൂറിയ അങ്ങനെയുള്ള കണ്ടീഷൻ. മീൻ സ്റ്റാൻഡിങ്ങില് ഡാർക്ക്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പോർഫൈറിയ അല്ലെങ്കിൽ ആൽക്കപ്റ്റോണൂറിയ ഇങ്ങനത്തെ കണ്ടീഷനുകളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ വരാം എന്നറിയാൻ വേണ്ടി മാത്രം പറയുന്നു. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രീൻ കളർ, അത് സ്യൂഡോമോണ ഇൻഫെക്ഷനിൽ വരാം. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്യൂഡോമോണ കൂടുതലും വരുന്നത് എങ്ങനെയാ, ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരിലാണ് സ്യൂഡോമോണ. അതൊരു ഹോസ്പിറ്റൽ അക്വയർഡ് ആയിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. പിന്നെ വരുന്നത് പർപ്പിൾ ബാഗ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അത് കൂടുതലും ഈ പറയുന്ന പോലെ സ്യൂഡോമോണ കണ്ടീഷനിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് ഓർഡർ, മസ്റ്റി ഓർഡർ, ഫൗൾ ഓർഡർ, പിന്നെ ഫ്രൂട്ടി സ്വീറ്റ് ഓർഡർ. ഈ ഫൗൾ സ്മെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് കണ്ടോ, STD പോലെയുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞില്ലേ, യൂറിത്രൈറ്റിസ് ഒക്കെ വരുന്ന ടൈമിൽ വരാം, UTIയിൽ വരാം, ഈസ്റ്റ് ഇൻഫെക്ഷൻ വന്നിരുമ്പം വരാം. അപ്പൊ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ എന്തുണ്ടാവും, ഫംഗൽ ഇൻഫെക്ഷൻ ആകുമ്പോൾ അവിടെ ഇച്ചിങ്, യൂറിത്രയുടെ അവിടെയാണെങ്കിൽ ഇച്ചിങ്, അല്ലെങ്കിൽ വജൈനയുടെ അവിടെയാണെങ്കിലും ഇച്ചിങ് ഉണ്ടാവാം. ഇപ്പം നല്ല ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ ഏനൽ റീജിയണിൽ പോലും ഇച്ചിങ് ഉണ്ടാവും. അത് കൂടുതലും നൈറ്റ് അഗ്രവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ മെൻസസിന്റെ ഏത് പീരീഡിലാണ്. നമ്മൾ പറയില്ലേ എപ്പോഴും ഫോളിക്കുലാർ ഫേസ് ഉണ്ട്, ലൂട്ടിയൽ ഫേസ് ഉണ്ട്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് ഓവം ആവുന്ന ആ ഒരു ഫേസ്. ആ ഒരു ഫേസിൽ പൊതുവെ എന്താ, ഈസ്ട്രജൻ ഇത്തിരി കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിക്ക് ഇത്തിരി ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഒരു അക്യൂട്ട് എക്സാസർബേഷൻ പോലത്തെ കണ്ടീഷൻ ഒക്കെ വരുന്നത് കുറവായിരിക്കും. അതേ സമയം ലൂട്ടിയൽ ഫേസിലേക്ക് പോകുമ്പോൾ, ഓവുലേഷൻ കഴിഞ്ഞ് ലൂട്ടിയൽ വരുമ്പോൾ എന്തായി, പ്രൊജസ്ട്രജന്റെ ഫേസ് ആണ്. അപ്പൊ ഈ ലൂട്ടിയൽ ഫേസിൽ എന്തുണ്ടാവും, ഓവം ഉണ്ടാവും. അപ്പം അവിടെ ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി കൂടെ നിൽക്കുകയാണെങ്കിൽ സ്പേം വരുന്ന ടൈമിൽ എന്ത് സംഭവിക്കും, അതിനൊരു എക്സ്റ്റേണൽ ബോഡി അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ നശിപ്പിക്കും, സ്പേമിനെ നശിപ്പിക്കും. അപ്പൊ കൺസെപ്റ്റ് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി ഉള്ളൊരു മെക്കാനിസം ആണ് ഈ ഒരു ലൂട്ടിയൽ ഫേസിൽ എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി ഇത്തിരി കുറയ്ക്കും. അപ്പൊ നമുക്കറിയാം
ഇമ്മ്യൂണിറ്റി പൊതുവെ കുറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടും? ഈ അക്യൂട്ട് അല്ലെങ്കിൽ അക്യൂട്ട് എക്സാസർവേഷൻ ഉണ്ടാവും, അക്യൂട്ടുകൾ വേണേ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഫംഗൽ ഇൻഫെക്ഷൻ എന്താ ക്രോണിക് ആണ്. നമ്മൾ പറയില്ലേ ഇപ്പം ഷുഗർ ഉള്ള ആൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ആയിട്ട് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാണ്ട് വരുന്നത്. എന്ന പോലെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ആളാണെങ്കിൽ അവർക്ക് എപ്പോഴും അഗ്രവേഷൻ വരുന്നത് ഈ ഒരു ലൂട്ടിയൻ ഫേസിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിൽ. എക്സെപ്ഷൻ വരികയാണെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കേസുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഫ്രൂട്ടി അല്ലെങ്കിൽ സ്വീറ്റ് ഓർഡർ, അത് നമ്മൾ ഈ പറയുന്ന ഡയബറ്റിക് കീറ്റോസിഡോസിസ് അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ വരാം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ടർബിഡിറ്റി, ഏതിലായിരിക്കും കൂടുതൽ? ടർബിഡിറ്റി അല്ലെങ്കിൽ ക്ലൗഡി അങ്ങനെയൊക്കെ വരുന്നത് കൂടുതലും ഇൻഫെക്ഷൻ ഉള്ള സമയത്തായിരിക്കും. നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻ ഉള്ളൊരു യൂറിനിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ടർബിഡ് അല്ലെങ്കിൽ ക്ലൗഡി എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ ഫോസ്ഫേറ്റ്, അമോർഫസ് ഫോസ്ഫേറ്റ്, അതൊക്കെ കുറച്ചു നേരം ഓൺ സ്റ്റാൻഡിങ് അത് ടർബിഡ് ആവും. അത് അത്ര കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ക്ലിനിക്കലി നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് pH. നമ്മൾ ഈ ഒത്തിരി പ്രായമുള്ള ആൾക്കാർ ഈ കത്തീറ്റർ ഒക്കെ ഇട്ട ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കത്തീറ്ററിലൊക്കെ ഇങ്ങനെ ബ്ലോക്ക് പോലെ വരുന്നൊരു കണ്ടീഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കത്തീറ്റർ ഇട്ട ആൾക്കാർക്ക് ഇങ്ങനെ കട്ട കട്ട പോലെ പസ് പോലെ ഇങ്ങനെ വന്ന് കിടക്കുന്ന ഒരു സംഭവം, അത് കൂടുതലും ഉണ്ടാക്കുന്നത് പ്രോട്ടിയസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ്. പ്രോട്ടിയസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ യൂറിയ സ്പ്ലിറ്റിംഗ് ഓർഗാനിസം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രോങ്ലി ആൽക്കലൈൻ ആയിരിക്കും പ്രോട്ടിയസ്. പിന്നെ വരുന്ന ക്ലബ്സെല്ല, സ്റ്റെഫിലോകോക്കസ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വന്നാലും ആൽക്കലൈൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ആസിഡിക് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. പിന്നെ വരുന്നത് ഇപ്പം യൂറിൻ ഭയങ്കര ആസിഡിക് ആണ്, പക്ഷെ പസ് ഉണ്ട്, അതായത് WBC ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ ഒരു കൾച്ചർ ചെയ്യുമ്പോൾ നമ്മളിപ്പം ബാക്ടീരിയ ഉണ്ട് എന്ന് കണ്ടു, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടു, കൾച്ചർ ചെയ്തു, പക്ഷെ അത് സ്റ്റെറൈലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനിൽ ഈ ഗോണോറിയ അല്ലെങ്കിൽ റീനൽ TB അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ പറയില്ലേ, യുറീത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻ. യുറീത്രൈറ്റിസ് സാധാരണ ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയും സാധാരണ, ഗോണോകോക്കൽ യുറീത്രൈറ്റിസ് അല്ലെങ്കിൽ നോൺ ഗോണോകോക്കൽ യുറീത്രൈറ്റിസ്. അത് നമുക്കറിയാം, ക്ലമൈഡിയ, ട്രൈക്കോമോണ അങ്ങനത്തെ, ലൈക് ഫംഗല്, പിന്നെ യൂറിയ പ്ലാസ്മ, യൂറിയാലിറ്റിക്കം അങ്ങനത്തെ കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ TB ഇങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാക്കാം. നമ്മൾ ഹലോ അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ വരാൻ ചാൻസ് കൂടുതൽ. അപ്പൊ അത് നമ്മൾ ഈ ഒരു കൾച്ചർ റിപ്പോർട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ആസിഡിക് ആണോ എന്നുള്ള കാര്യങ്ങളും, ആൽക്കലൈൻ ആണെങ്കിൽ ഇപ്പൊ നമുക്കൊരു നോർമൽ റിപ്പോർട്ട് കിട്ടിയാൽ ഈ ഓർഗാൻസ് ഒക്കെ ആൽക്കലൈൻ ആണെങ്കിൽ ഈ ഓർഗാൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയും പറയാൻ പോകുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ കാര്യം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, എപ്പം കൂടും എപ്പം കുറയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് കുറച്ച് ഓർഗാനിസങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ക്ലബ്സെല്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് ടർബിഡിറ്റി ഇത്തിരി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ക്ലിനിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ലോവർ അബ്ഡോമൻ പെയിന് അങ്ങനത്തെ സിംറ്റംസ് കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ യുറീത്രയിനൊക്കെ കുറച്ച് ഡിസ്ചാർജ് പോലെ, വൈറ്റ് ഡിസ്ചാർജ് പോലെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഫീവർ വരാം, നല്ല ഫീവർ പോലെ വരാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ക്രോണിക് കണ്ടീഷനുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജ് കൂടും. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരാം. പിന്നെ വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസും ഈ പറഞ്ഞ പോലെ ഉണ്ടാവാം. എന്താ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകുന്ന ടൈമിലാണെങ്കിൽ ചിലപ്പം ഇത്തിരി കുറച്ചേ പോവുള്ളൂ, അങ്ങനെ ഉണ്ടാവാം. ഈ പറഞ്ഞ ലോവർ അബ്ഡോമൻ പെയിൻ വരാം, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരാം. അതുപോലെ തന്നെ ഈക്കോളൈ ആണെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഫ്രീക്വൻസി അർജൻസി ഒക്കെ ഇത്തിരി കൂടുതലായിരിക്കും. പിന്നെ വരുന്ന കണ്ടീഷൻസ് ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കേസ് ഞാൻ പറയാം. ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം അല്ലെ, 1 ദിവസം 1.5 ദിവസം അത്ര ആയിട്ടേ ഉള്ളൂ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ട്. ചെറിയ കുട്ടിയാട്ടോ, 3 വയസ്സ്
ഉണ്ടാവും. ആ കുട്ടിക്ക് ഫ്രീക്വന്റ് യൂറിനേഷന് അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് ഡൗട്ട് അടിച്ചു യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത്. അപ്പൊ ടെസ്റ്റ് ചെയ്തു, കൾച്ചർ ചെയ്യാൻ കൊടുത്തു. ഇതിപ്പോ ഈക്കോളയാണ് നമ്മൾ കൊടുത്തത്. ആ ടൈമിൽ പറഞ്ഞപ്പോൾ തന്നെ കൊടുത്തത് പൾസാറ്റിലായിരുന്നു 0/3. അപ്പൊ നമ്മൾ കൊടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു 3 hourly ഗ്യാപ്പിൽ നമ്മൾ ഹാഫ് ക്യാപ്പ് കൂട്ടി എന്നുള്ള രീതി 2-3 പ്രാവശ്യം കൊടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ഫ്രീക്വൻസി ബെറ്ററായി, യൂറിൻ വലിയ കുഴപ്പമില്ലാണ്ടായി, ഫ്രീക്വൻസി അർജൻസി ഒക്കെ ബെറ്ററായി, നോർമലായിട്ട് വന്നു. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ അതിൽ കുറച്ചൊരു ക്രിസ്റ്റൽസ് പോലെ ഉണ്ടായിരുന്നു, ചെറിയ ക്രിസ്റ്റൽസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തെങ്കിലും സ്റ്റോൺ പോലെ എന്തെങ്കിലും ഉണ്ടോ. പക്ഷെ സ്കാൻ ചെയ്ത റിപ്പോർട്ട് നമ്മൾ കണ്ടില്ല. അവർ ഹോസ്പിറ്റലിൽ ചെയ്തതുകൊണ്ട് അവിടെ തന്നെ വെച്ചേക്കായിരുന്നു, നമുക്ക് കിട്ടിയില്ല. അപ്പൊ അതിൽ വലിയ പ്രശ്നമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കുട്ടിക്ക് ഒരു അക്യൂട്ട് വൈറൽ ഫീവർ പോലെ വന്ന ടൈമിൽ നമ്മൾ നക്സോമിക്ക കൊടുത്തായിരുന്നു. അത് കൊടുത്ത ടൈമില് കുട്ടിക്ക് പനിയൊക്കെ ബെറ്ററായി, നല്ല ബെറ്ററായി പോയി, നന്നായിട്ട് എലിമിനേഷൻ വന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അതിന്റെ യൂറിൻ ശരിക്കും പോവാണ്ടായി, എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ പോലെ വന്നിട്ട് അതിന് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെന്തോ എരിച്ചിലോ ബുദ്ധിമുട്ട്, എന്തോ വേദനയുണ്ട്. അപ്പൊ യൂറിൻ പോവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ എന്തോ ആ കല്ല് വന്നിങ്ങനെ തടഞ്ഞിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിക്ക് എന്നിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ട് നക്സോമിക്ക കൊടുത്തു. വീണ്ടും നക്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു. നക്സ് റിപ്പീറ്റ് ചെയ്ത് ഇവര് അത് കൊടുത്തൊരു 10 മിനിറ്റ് പോലും ആയില്ല, അതിനു മുന്നേ ആ കുട്ടി യൂറിൻ പാസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കുട്ടിക്ക് എവിടെയൊക്കെയോ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് പോലെ ഉണ്ടായിരുന്നു, സ്റ്റോൺ പോലെ. അത് ഈ നക്സോമിക്ക് ചെന്നപ്പോൾ പതിയെ അവിടെ നടങ്ങി. എന്നിട്ട് അത് നേരെ ബ്ലാഡറിൽ വന്നിട്ട് അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കി. അപ്പൊ ആ കുട്ടിക്ക് പെയിൻ ഉണ്ടായി. അത് ആ യുറീത്രയുടെ ഓറിഫൈസിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് പോലെ വന്നിട്ട് എന്ത് ചെയ്തു, ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം വീണ്ടും നക്സ് ചെന്നപ്പോഴത്തേക്ക് അത് നന്നായി എലിമിനേറ്റ് ചെയ്തു. പിന്നെ അത് സ്കാൻ ചെയ്തപ്പോൾ പ്രശ്നമില്ല. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിസ്റ്റൽസും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ചെറിയ കുട്ടിയുടെ കേസാണ്, അങ്ങനെ ഒരു കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ടൈമിൽ പറഞ്ഞില്ലേ ഫ്രീക്വൻസി ഉണ്ടാവും, ലോവർ അബ്ഡമൻ പെയിൻ ഉണ്ടാവും. അപ്പൊ നമ്മള് പൾസാറ്റിൽ കൊടുക്കാറുണ്ട്, സ്റ്റാഫി കൊടുക്കാറുണ്ട്, നക്സ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ എപ്പോഴും അക്യൂട്ടായിട്ട് വരികയാണെങ്കിൽ നമ്മൾ 0/3 ഇപ്പം കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ 60 ml എടുക്കും. ഹാഫ് ക്യാപ്പ് കൂട്ടി എന്നുള്ള രീതിയിൽ കൊടുക്കും. കാരണം യൂറിനറി ഇൻഫെക്ഷൻ ആണ്, ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അക്യൂട്ട് കേസാണ്, നല്ല ഫീവർ ആണ്, തീരെ അങ്ങോട്ട് എലിമിനേഷൻ വരുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഇന്റൻസിറ്റി അനുസരിച്ച് നമ്മൾ അതിൽ എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളത് ചേഞ്ച് വരുത്തും. ചിലപ്പോൾ ഹാഫ് ക്യാപ്പ് കൂട്ടി കൊടുക്കും, അല്ല 1 ക്യാപ്പ് കൂട്ടി കൊടുക്കും. ഫ്രീക്വൻസി അതൊക്കെ നമ്മൾ ആ കേസിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ ഈ യുടിയിൽ കൂടുതലും ഇങ്ങനെ 1 ക്യാപ്പ് കൂട്ടി കൊടുക്കാറുണ്ട് ഇന്റൻസിറ്റി അനുസരിച്ച്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ എന്താ ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ, നമ്മൾ പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് യൂറിൻ പാസ് ചെയ്ത ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പോകണമെന്നൊക്കെ ചിലപ്പോൾ തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമേ ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ അത് 1 hour ആവും, 2 hour ആവും. പിന്നെ അത് നോർമലി ഒരു 3-4 പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബെറ്റർ ആവും. അങ്ങനെ ആയിരിക്കും അവിടെ ചേഞ്ച് വരുന്നത്. പിന്നെ വരുന്നത് ഇത്ര നമ്മൾ പറഞ്ഞില്ലേ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിംറ്റംസ് നമ്മൾ പറയില്ലേ, പൾസാറ്റിലൊക്കെ പറയുന്നുണ്ട് കിടക്കുന്ന ടൈമില് എന്തുണ്ടാവും, യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നു. അതായത് സുപ്പൈൻ പൊസിഷൻ, മലന്ന് കിടക്കുന്ന ടൈമിൽ അവിടെ എന്താന്ന് വെച്ചാല് നമ്മൾ കിടക്കുന്ന ടൈമിൽ എന്താ ബ്ലാഡറിൽ ഒരു പ്രഷറാണ്, ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആകുമ്പോൾ ഒരു പ്രഷർ വരും. അപ്പൊ എന്ത് പറ്റും, അവിടെ ഒരു കൺജഷൻ ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നും. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മളിപ്പം മൊഡാലിറ്റി പറയില്ലേ, എന്താ നിൽക്കുന്ന ടൈമില് യൂറിത്രയുടെ അവിടെ പെയിൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നും. അങ്ങനെ അതെന്താ സംഭവം, ഇപ്പം ചെറിയൊരു സ്റ്റോൺ ഉണ്ടെന്ന് വിചാരിക്കുക, എപ്പോഴും ബ്ലാഡറിനുള്ളിൽ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് വിചാരിക്കുക, വെസൈക്കൽ സ്റ്റോൺ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും എവിടെയായിരിക്കും, നിൽക്കുന്ന പൊസിഷനിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്, എപ്പോഴും ആ യുറീത്രയുടെ അവിടെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പെയിൻ ഉണ്ടാവാം, ആ ഇറിറ്റേഷൻ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നാം. ചിലപ്പോൾ അവിടെ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രോപ്പ് ആയിട്ടേ പോകുള്ളൂ, എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ഫീൽ ചെയ്യാം, അങ്ങനത്തെ ഒക്കെ വരാം. അപ്പൊ അതേസമയം നമ്മൾ കിടക്കുന്ന ടൈമിലോ നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഇത്തിരി കുറവായിരിക്കും. കാരണം ആ ട്രൈഗോൺ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ യുറിത്രയുടെ ടിപ്പിൽ ആ ഭാഗത്തായിരിക്കില്ല, ബ്ലാഡറിന്റെ ഭാഗത്തായിരിക്കും.
ഉള്ളിലേക്കായിരിക്കും. അപ്പൊ എന്താ, നമുക്ക് അങ്ങനെ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹലോ? ഓക്കെ, അപ്പൊ നമ്മൾ മൊഡാലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ പാത്തോളജിയുമായിട്ട് നല്ല രീതിയിൽ റിലേറ്റഡ് ആണ്. അപ്പൊ ക്ലിനിക്കലി വരുന്ന ടൈമിൽ നമ്മൾ ചോദിക്കുക, ആ മൊഡാലിറ്റി എടുത്തു കഴിയുമ്പം നമ്മളിപ്പോ ഈ മൊഡാലിറ്റി ഒക്കെ എടുത്ത് റെപ്പർട്രൈസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാല് മൊഡാലിറ്റി നോക്കി കൊടുക്കുമ്പോൾ ആ പാത്തോളജിയും കൂടി കവർ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് യൂറിൻ പാസ് ചെയ്യുന്ന ടൈമില് ബ്ലഡ് വരുന്നത്. ആ ബിഗിനിങ് ഓഫ് മിക്ചറേഷൻ ആണെങ്കിൽ യൂറീത്രയുടെ അവിടെ ആയിരിക്കും എന്തെങ്കിലും ഇഞ്ചുറി അല്ലെ ബുദ്ധിമുട്ടുകളുള്ളത്. അതല്ല എൻഡിലേക്കാണെങ്കിൽ വെസൈക്കിൾ, അതായത് ബ്ലാഡറിൽ. ഇനി ഫുൾ ടൈം ഉണ്ടെങ്കിൽ പ്രീ റീനൽ, റീനൽ, വെസൈക്കിൾ. പിന്നെ വരുന്നതാണ് ഈ സിസ്റ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ. നമുക്കറിയാം യൂറിനറി ഇൻഫെക്ഷൻ നന്നായി കൂടി കഴിയുമ്പോഴത്തേക്ക് സിസ്റ്റൈറ്റിസ് പോലെ വരാം. പിന്നെ പൈലോനെഫ്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻ വരാം, ഹൈഡ്രോനെഫ്രോസിസ്, അങ്ങനത്തെ പല കണ്ടീഷനിലേക്ക് വരാം. അപ്പൊ എന്താ, ഈ നന്നായി കൂടിയ പൈലോനെഫ്രൈറ്റിസ് ഒക്കെ പോലത്തേക്ക് എന്തുണ്ടാവും, നമുക്ക് ഫ്ലാങ്ക് പെയിൻ ഉണ്ടാവും, അതുപോലെ നോസിയ, വോമിറ്റിങ്, ഫീവർ, ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവും, ലോവർ അബ്ഡമൻ പെയിൻ, സിസ്റ്റൈറ്റിസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ലോവർ അബ്ഡമൻ പെയിൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒന്ന് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ USG, അബ്ഡോമൻ ആൻഡ് KUB എന്നാണ് കൊടുക്കാറ്. കുറച്ചുകൂടി ഈ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ KUB എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് സിസ്റ്റൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഹൈപ്പർ എക്കോയിക് അല്ലെങ്കിൽ ഹൈപ്പർ എക്കോജനിക് മാസ് അല്ലെങ്കിൽ ഹൈപ്പർ എക്കോജനിക് ഏരിയാസ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ഈ കോളയൊക്കെ ആണെങ്കിൽ സിസ്റ്റൈറ്റിസ് പോലെയൊക്കെ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ ക്ലോട്ട് പോലെയൊക്കെ വരാൻ അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളത് സിംറ്റമാറ്റിക്കലി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രോട്ടിയസിന്റെ ഒക്കെ വരുമ്പം ഒരു മെന്റൽ കൺഫ്യൂഷൻ, അതൊക്കെ പക്ഷെ നന്നായിട്ട് കവർ ചെയ്യുന്ന നക്സോമിക്ക് നന്നായിട്ട് കവർ ചെയ്യും. പക്ഷെ പ്രോട്ടിയസിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഒക്കെ ചിലപ്പം ബ്രയോണിയെ കവർ ചെയ്താലും ഈ മെന്റൽ കൺഫ്യൂഷൻ ഒക്കെ വരുന്ന ടൈമിൽ ഇത്തിരി കവർ ചെയ്യുന്നത് നക്സോമിക്ക ആയിരിക്കും. ഇത്രയാണ് നമ്മളിപ്പം CBC പറഞ്ഞു, യൂറിനറി ഇൻഫെക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ASO എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാ. നമ്മൾ എപ്പോഴും മിക്ക ആൾക്കാരും പറയുന്നത് തണുത്തവെള്ളം കുടിച്ചാൽ തൊണ്ടവേദന, തണുത്തവെള്ളം കുടിച്ചാൽ തൊണ്ടവേദന. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും ഈ പറയുന്ന ഈ സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാവും ത്രോട്ടില്. ഈ സ്ട്രെപ്റ്റോകോക്കസ് അല്ലെങ്കിൽ ക്ലബ്സെല്ല, സ്റ്റെഫൈലോകോക്കസ്, ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈവൻ ബാക്ടീരിയ ആണെങ്കിൽ പോലും ഇത് പെട്ടെന്നൊന്നും നമുക്ക് ഒരു പ്രാവശ്യം വന്ന് അത് വിട്ടുപോകില്ല. കുറച്ച് ക്രോണിക് പോലെ തന്നെ ലേറ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇവര്. അപ്പൊ എന്താ സംഭവിക്കുക, നമുക്ക് നോർമലി ചൂടുവെള്ളമൊക്കെ കുടിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോവാണ്, അവർക്കൊരു എന്താ നല്ലൊരു കണ്ടീഷനായിട്ട് പോവാണെങ്കിൽ ഇത് റിയാക്ടിവേറ്റ് ചെയ്യില്ല. പക്ഷെ ഇവർക്ക് പറ്റിയ ഈ പറഞ്ഞ തണുത്ത വെള്ളം ചെല്ലുക അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ചു, അങ്ങനെ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും, പതിയെ തലവും. അപ്പൊ നമുക്ക് തണുത്തവെള്ളം കുടിച്ചപ്പം തൊണ്ടവേദന അല്ലെ റെക്കറന്റ് ടോൺസിലൈറ്റിസ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ASO ടൈറ്റർ. ഇത് നമ്മൾ ത്രോട്ട് ഇൻഫെക്ഷൻ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ജോയിന്റ് എഫെക്ഷൻസ് ആവും, നേരെ അടുത്തത് ജോയിന്റിൽ കിട്ടും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നേരെ ഹാർട്ടിൽ കിട്ടും. അതേപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സ്കിൻ കംപ്ലൈന്റ്. അപ്പൊ വന്നിട്ട് അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ സപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക, ഡിസീസ് പ്രോഗ്രസ് ചെയ്യും. എന്നിട്ട് നേരെ എന്ത് പറ്റും, നമ്മുടെ കിഡ്നി എഫക്ട് ചെയ്തിട്ട് അക്യൂട്ട് ഗ്ലോമർലോനെഫ്രൈറ്റിസ്, ഈ സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കുന്ന ഗ്ലോമർലോനെഫ്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലേക്ക് പോകും. ഓട്ടോ ഇമ്മ്യൂൺ ആണ് ഇവരുണ്ടാക്കുന്ന പല കണ്ടീഷനും. അപ്പൊ ASO ടൈറ്റർ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്താണ്, റൂമാറ്റിക് ആണോ അതോ ഈ എന്താ ഗ്ലോമർലോനെഫ്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻ ആണോ എന്ന് നോക്കുന്നത്. ഇനി നമുക്ക് ഈ ASO ചിലപ്പോൾ നമുക്ക് ആദ്യം നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടണം എന്നില്ല, ചിലപ്പോൾ അതൊരു 2 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും, ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ കഴിഞ്ഞ് 2 വീക്ക് കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത് ആദ്യം വരുന്ന ടൈമിൽ. പിന്നെ വരുന്നത് അതിന്റെ ഏറ്റവും കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ത്രോട്ട് കൾച്ചർ ആണ്. നമുക്കൊരു ഫീവർ തൊണ്ടവേദന ഉണ്ടായിരുന്നു, ഭയങ്കര കഫക്കെട്ടാണ്, നമ്മൾ ത്രോട്ട് കൾച്ചറിന് വിട്ടു, മെഡിസിൻ കൊടുക്കും, ത്രോട്ട് കൾച്ചറിന് വിടും, അതുപോലെ CBC വിടും, CRPക്കും വിടും. എന്നിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ എന്താ പറ്റുക, നേരെ ഈ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നതിന്റെ കൂടെ തന്നെ എലിമിനേഷൻ വരും. എലിമിനേഷൻ നമ്മൾ കുറേശ്ശെയായിട്ട്
മൂക്കിന്നും അതുപോലെ നല്ല ചുമയുള്ള ആളാണ് ചുമയൊന്ന് കുറഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് ചുമയ്ക്ക് നന്നായി കഫം വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ടൈമില് പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ ആ ഫീവറിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ സിംറ്റമാറ്റിക് നന്നായി ബെറ്റർ ആയിട്ടുണ്ടാവും. അപ്പൊ ആ കഫക്കെട്ട് ബുദ്ധിമുട്ടും കുറഞ്ഞിട്ടുണ്ടാവും. വീണ്ടും കൾച്ചർ ചെയ്യും. അപ്പൊ എന്താ പറ്റുന്നത്? ഓർഗാനിസത്തിനെ കാണത്തില്ല. അങ്ങനെയായിരിക്കും ആ കേസുകളൊക്കെ കുറയുന്നത്. ഇത്രയാണ് നമ്മൾ കുറച്ചുകൂടി അക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ കുറച്ച് പകുതിയൊക്കെ എത്തിയിട്ടുള്ളൂ, പക്ഷെ കുഴപ്പമില്ല. കാരണം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് പോകണം. ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ ഡിസ്കഷൻസോ ഉണ്ടെങ്കിൽ പറയുക. അതുപോലെ 1-2 പേര് ഈ ക്ലാസിന്റെ ഒരു റിവ്യൂ പറയണം. വേഗാകട്ടെ. നിങ്ങൾക്ക് ഹെവി ആയോന്ന് എനിക്കറിയില്ല. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഡോക്ടറെ, ഞാൻ ഡോക്ടർ ജയലളിതയാണ്. ക്ലാസ് ഞാൻ കേട്ടു, നല്ല സെഷൻ ആയിരുന്നു, ഒത്തിരി യൂസ്ഫുൾ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എനിക്കുള്ളൊരു ഡൗട്ട്, ഒരു ഏജ് 60 ആയിട്ടുള്ള ഒരു മെയിൽ പേഷ്യന്റ്, ഡയബറ്റിക് ആണ്, സിൻസ് 1 ഇയർ. അപ്പൊ ആ പേഷ്യന്റ് വന്ന് പറയണത് പുള്ളിക്ക് ഇങ്ങനെ ഡിസ്ചാർജ് വരുന്നു, യെല്ലോയിഷ് കളറാണ്, ചിലപ്പോൾ മാത്രം ചൊറിച്ചിലുണ്ടാവും. നമുക്ക് ഈ സ്ത്രീകൾക്ക് ലുക്കോറിയ എന്ന പോലെ തന്നെ അങ്ങനെ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഒത്തിരി അധികം ഇങ്ങനെ പോകുന്നുണ്ട്. ആൾക്ക് ഡയബറ്റിക് ഇപ്പൊ അതായത് ഷുഗറിന്റെ ലെവൽ എങ്ങനെയാ? 11 പോയിന്റ് വരെ എത്തിയതായിരുന്നു, ഇപ്പൊ ഒരു 7ലേക്ക് വന്ന്. മെഡിക്കേഷൻ ഒന്നുമില്ല, ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് പോയതാണ്. അപ്പൊ തന്നെ അത് 7 ആയി. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഷുഗർ. നമ്മളിപ്പോ നോക്കും, എന്തെങ്കിലും ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ഷുഗർ ആണെങ്കിലും ഉള്ള ആളാണെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ കേസില് ആളുടെ യൂറിത്രയിന്നാണോ വരുന്നത് എന്നുള്ളത് നോക്കുക, അതോ ഈ സൈഡിൽ എന്തെങ്കിലും ഇച്ചിങ് ഫംഗൽ പോലെ വന്നിട്ട് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നതാണോ എന്നുള്ളതും നോക്കണം. അതായത് യൂറിത്രൈറ്റിസ് ആണോ, അത് ക്ലിയർ ആയിട്ട് ആ ലൊക്കേഷൻ. ഇപ്പം ഫീമെയിൽസിലാണെങ്കിലും മെയിൽസിലാണെങ്കിലും ഈ ഡയബറ്റീസ് ഒക്കെ അൺകൺട്രോൾഡ് ആവുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാമല്ലോ. അപ്പൊ നന്നായി ഡിസ്ചാർജ് വരുന്നു എന്ന് പറയുമ്പോൾ അല്ലെ പസ് പോലെ വരുന്നു എന്നുള്ളത് ഏത് ഭാഗത്തുനിന്നാണെന്നുള്ളത് നോക്കുക. അതുപോലെ അതിന്റെ കളറ്, പുള്ളി പറഞ്ഞത് വൈറ്റ് ആണ്, കളറ് കൺസിസ്റ്റൻസി യെല്ലോ. അപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും പസ് കിട്ടുന്നുണ്ടോ, അങ്ങനെ യൂറിൻ ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ CBC ചെക്ക് ചെയ്യാം. പിന്നെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ CRP. പിന്നെ ഡയബറ്റിക് ആയതുകൊണ്ടുള്ളതും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവിടെ ചെക്ക് ചെയ്യേണ്ടത് യൂറിത്രൈറ്റിസ് ആണെന്നുള്ളതാണ് ഏറ്റവും തന്നെ. യൂറിത്രൈറ്റിസ് ആണെങ്കിൽ വരുന്നത്, അങ്ങനെയാണ് യൂറിത്രൈറ്റിസ്. അങ്ങനെയാണെങ്കിൽ യെല്ലോയിഷ് കളർ ഒക്കെ വരാൻ ചാൻസ് ക്ലമൈഡിയ പോലെയുള്ള ഇൻഫെക്ഷനാണ്. യൂറിത്രൈറ്റിസ് ആണെങ്കിൽ ക്ലമൈഡിയ ആണ് ഈ ഒരു യെല്ലോയിഷ് കളർ. ട്രൈക്കോമോണ ഒക്കെയാണ് ഇത്തിരി ഡാർക്ക് കളർ ആയിരിക്കും, അതായത് നല്ല ഡാർക്ക് ഗ്രീൻ. പിന്നെ കൺട്രോൾ സിംപ്റ്റംസ് നമുക്ക് നോക്കാം. ഫംഗൽ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല ഇച്ചിങ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ബേണിംഗ്, ലിക്വിഡിറ്റി, പുകച്ചിലൊക്കെ ഫീൽ ചെയ്യും. അതൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. പിന്നെ ക്ലമൈഡിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് നോർമൽ കൾച്ചറിൽ കിട്ടില്ല, അതിനൊക്കെ പ്രത്യേകം ടെസ്റ്റുകളാണ്. ഓക്കെ ഡോക്ടറെ, താങ്ക് യു ഡോക്ടറെ. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഒത്തിരി നല്ല സെഷൻ ആയിരുന്നു. മുഴുവനായില്ലെന്ന് എനിക്കറിയാമെങ്കിലും അടുത്ത